ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണ്, നിങ്ങളെക്കുറിച്ച് അയാൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് അയാൾ എന്താണ് ചിന്തിക്കുന്നത്, അയാൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്നോ ചോദ്യം മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നാണ് അയാളിപ്പോൾ വിചാരിക്കുന്നത്. അതാണ് ചോദ്യം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ ഓർക്കുക, നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിൽ ഓർക്കുക. പേര് പറഞ്ഞുകൊണ്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കണേ. നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്നോ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് എന്നോ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നാണ് അയാൾ വിചാരിക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾ വളരെ സക്സസ്ഫുള്ളാണ്, നിങ്ങൾ വളരെ ഹാപ്പിയാണ്, നിങ്ങളൊന്നും ബോദർ ചെയ്യുന്നില്ല. നിങ്ങൾ ആ ആളെ തന്നെ മറന്നു പോയിട്ട് നിങ്ങളുടെ ലൈഫിൽ സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് സെൽഫ് എസ്റ്റീംഡ് ആയിട്ടിരിക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങളെക്കുറിച്ചിപ്പോൾ വിചാരിക്കുന്നത്. അയാൾ ഇരിക്കുന്നുണ്ടല്ലേ, ഒന്നും ബോദർ ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായ ലോകത്തിപ്പോൾ മാറിപ്പോയി, നിങ്ങൾ മാറി ചിന്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് അയാളിപ്പോൾ വിചാരിക്കുന്നത്. അതായത് അയാളെക്കുറിച്ച് ഒരു കൺസേണും ഇല്ല, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാണ് അയാൾ വിചാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് 5 ഓഫ് സോഡാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര സ്വാർത്ഥനാണ് അല്ലെങ്കിൽ സ്വാർത്ഥയാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിപ്പോയി, അയാളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അയാൾ ഇമോഷണലി ഹേർട്ടാണ്, അയാൾ ഹേർട്ടാണ്, പക്ഷെ നിങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ആയി പോയിരിക്കുന്നു, നിങ്ങൾ ഭയങ്കര സ്വാർത്ഥതയിൽ മുന്നോട്ട് പോയി എന്നാണ് അയാൾ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആരുടെ പ്രശ്നം കൊണ്ടാണ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത് നിങ്ങൾ അയാളെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞു, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിപ്പോയി, അയാളെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നേ ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ അപ്പോൾ ഒരു കൺസേൺ കൊടുക്കുന്നില്ലായിരിക്കും. നേരത്തെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നായിരിക്കും, വിളിച്ച് നോക്കുന്നുണ്ടായിരുന്നായിരിക്കും, നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നായിരിക്കും. പക്ഷെ ഇപ്പോൾ നിങ്ങളിതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളിപ്പോൾ കാത്തിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അയാളുടെ ഭാഗത്തുനിന്നൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് അയാൾ വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ചേസ് ചെയ്യുന്ന ഒരു സ്വഭാവം മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ നിങ്ങൾ ചേസ് ചെയ്യുമ്പോൾ അയാൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അയാൾക്ക് റൺ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ ചേസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ യാതൊരു വിവരവും ഒരു വെയർ അബൌട്ട്സും അയാൾക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ടാവത്തില്ല. അപ്പോൾ അയാൾ വിചാരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ തേർഡ് പാർട്ടിയിലേക്കൊക്കെ പോയിട്ടുണ്ടാവാം, നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പുകളുണ്ടാവാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയി അയാളെ ഉപേക്ഷിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അതാണ് 5 ഓഫ് സ്വോർഡ് പറയുന്നത്. ദെൻ 7 ഓഫ് സ്വോർഡാണ്. ഇത് ചീറ്റിങ്ങിൻ്റെ കാർഡാണ്. അപ്പോൾ അയാൾ വിചാരിക്കുന്നത് പാസ്റ്റിൽ നിങ്ങളാണ് അവരെ ചീറ്റ് ചെയ്തത്. ഓക്കെ, നിങ്ങൾ പാസ്റ്റിൽ അവരെ ചീറ്റ് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അയാളെക്കുറിച്ച് ചിലപ്പോൾ അയാളുടെ രഹസ്യങ്ങളൊക്കെ നിങ്ങൾ കൈക്കലാക്കിയിട്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞു. കാരണം അയാളുടെ വാളാണിത്, അയാളുടെ വാള് എടുത്തുകൊണ്ട് ഓടി പോവാണ്. അപ്പോൾ നിങ്ങൾ അയാളുടെ വാളും എടുത്ത്, അതായത് അയാളുടെ രഹസ്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോയി മറ്റുള്ളവരോട് അയാളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു എന്നാണ് അയാൾ വിചാരിക്കുന്നത്. നിങ്ങൾ അയാളെ ചതിച്ചു എന്നാണ് അയാൾ വിചാരിക്കുന്നത്. അപ്പം പാസ്റ്റിൽ നിങ്ങൾ അയാളെ ചതിച്ചു എന്നാണ് അയാൾ വിചാരിക്കുന്നത്. ദെൻ 4 ഓഫ് വാണ്ടാണ്. ഇത് ഒരു പക്ഷേ നിങ്ങൾ വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കും, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കും, ഒരു പക്ഷേ കല്യാണം വരെയൊക്കെ ലീഡ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും കൊണ്ട് തുറന്നു പറഞ്ഞിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അയാളുടെ ഒരുപാട് രഹസ്യങ്ങൾ നിങ്ങൾക്കറിയാം. ഈ രഹസ്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞോ എന്ന് അയാൾ പേടിക്കുന്നുണ്ട്, അയാൾ നിങ്ങൾ ചതിച്ചു എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ കല്യാണം അല്ലെങ്കിൽ കല്യാണ നിശ്ചയത്തിലോട്ടൊക്കെ എത്തിയ സമയത്തായിരിക്കണം ഒരു പക്ഷേ നിങ്ങൾ ബ്രേക്കപ്പിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ചതി കൊണ്ടാണ് സംഭവിച്ചത്, അയാൾ ട്രാപ്പിലായി പോയതാണ്, അയാളെ ചതിച്ചതാണെന്നൊക്കെയാണ് അയാൾ വിചാരിക്കുന്നത്. ഓക്കെ, ഇത് ഓക്കെ നെക്സ്റ്റ് ആണ് നോക്കിയിട്ട് പറയാം. നെക്സ്റ്റ് ജസ്റ്റിസ് ആണ്. അപ്പോൾ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അയാൾക്കാണ് നീതി കിട്ടാത്തത്. ഇത് മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ മാരീഡ് ലൈഫിലെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ മാരീഡ് ലൈഫിൽ നിങ്ങൾ ചീറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് വിചാരിക്കുന്നത് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ
നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ, അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ്, അതാരാണെന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്നത് നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തു. നിങ്ങളുടെ ഫാമിലി ലൈഫിനെ, നിങ്ങളുടെ മാരിറ്റൽ ലൈഫിനെ നിങ്ങൾ ചീറ്റ് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അവിടെ നിങ്ങളൊരു നീതി നടപ്പിലാക്കിയില്ല, നിങ്ങൾ നീതി കാണിച്ചില്ല എന്ന് വിചാരിക്കുന്നു. ഇത് മിക്കവാറും ഡിവോഴ്സിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുടെ റിലേഷൻഷിപ്പായിരിക്കും ഇത്. നിങ്ങൾ ഹസ്ബൻഡ് ഓർ വൈഫിൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടാണിത് ചിന്തിക്കുന്നതെങ്കിൽ ഈ വീഡിയോ കാണുന്നതിൽ കൂടുതൽ പേരുടെയും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡിവോഴ്സിലേക്ക് നീണ്ടു പോയിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന ആളുകളായിരിക്കാം. മോസ്റ്റ്ലി അങ്ങനെയാണ് കാണുന്നത്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ് എങ്കിൽ കേട്ടോ, ഇവിടെ നീതി നടപ്പിലാക്കിയിട്ടില്ല. ഇത് ഡിവോഴ്സിൻ്റെ വക്ക് വരെ എത്തിയിട്ടുള്ളവരാകാം, ഡിവോഴ്സിൻ്റെ ചിലപ്പം ഡിവോഴ്സ് പെറ്റീഷൻ ഹാൻഡ് ചെയ്തിട്ടുള്ള, കയ്യിൽ പിടിച്ചിട്ടുള്ള ആളുകളാവാം, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണമെന്ന് തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നവരായിരിക്കാം. അതിൻ്റെ അറ്റത്ത് പോയിട്ട് നീതി വേണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് അവരെ നിങ്ങൾ ചീറ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ ഈ റീഡിങ്ങിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഒരു ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന ആളുകളായിട്ടാണ് ഇത് കാണുന്നത്. ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ ഈ 9 ഓഫ് കപ്പിൻ്റെ എനർജിക്കകത്തെ ഇയാൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏത് സ്റ്റക്നെസ്സിൽ നിൽക്കുന്നോ അത് അങ്ങനെ തന്നെ നിൽക്കുന്നതിന് കാരണം നിങ്ങൾ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഒരു രീതിയിലും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു ആക്ഷനും എടുക്കുന്നില്ല, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുവാണ്. നിങ്ങൾ ആ വൈകാരികമായ സുന്ദരത, ഇപ്പം ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ആയിരിക്കും നിങ്ങളിപ്പം ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ആസ്വദിച്ച് അതിൽ സന്തോഷിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് നിങ്ങൾ ഇടുന്നില്ല എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥത നോക്കിപ്പോയി അവരെ തീരെ പരിഗണിക്കുന്നില്ല, അവരുടെ ഇമോഷൻസിനെ പരിഗണിക്കുന്നില്ല, അവരെ ഇൻസൾട്ട് ചെയ്യുന്നു, വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവാനും സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ നിങ്ങൾക്കിടയിൽ പൈസയുടെ ഇടപാടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അവർ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ പൈസ മേടിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാത്തതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടായിരുന്നത് രണ്ടുപേരും കൂടെ ആയിരിക്കും ചിലപ്പോൾ അത് ടാലി ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ പൈസ നിങ്ങളായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് അവർ വിചാരിക്കുന്നു. നിങ്ങൾക്ക് പണം തന്ന് നിങ്ങളെ എങ്ങനെ സെറ്റിൽ ചെയ്യാമെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലെ പണപരമായ തടസ്സം കൊണ്ട്, പണപരമായിട്ടുള്ള ഇപ്പോൾ ഒരു ഡിവോഴ്സൊക്കെ തരുവാണെങ്കിൽ പൈസ തന്ന് സെറ്റിൽ ചെയ്യണമല്ലോ. അപ്പോൾ അത് പൈസ ഇല്ലാത്തത് കൊണ്ട് അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. സോറി കേട്ടോ. 9 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത് അതാണ്, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് എന്നാണ്. അതായത് പണപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ട്, അത് സെറ്റിൽ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ദെൻ 4 ഓഫ് സ്വോർഡാണ്. ഇത് ചിലപ്പോൾ ഈ ആൾക്ക്, ഈ പേഴ്സൺ ചിലപ്പോൾ അയാൾ ഫിസിക്കലി ഇല്ലായിരിക്കാം, അയാൾക്ക് ഫിസിക്കലായിട്ടുള്ള എയിൽമെൻറ്റ്സ് ഉണ്ടായിരിക്കാം, നിങ്ങളത് പരിഗണിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അയാളുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അയാൾ വന്ന് പറയുന്നുണ്ടായിരിക്കും, ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അയാൾ വന്ന് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളത് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതിൽ അയാൾക്ക് കടുത്ത നീരസമുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇയാൾ ശരിക്കും ഒരു മൃതപ്രായനായിട്ടുണ്ടാവും. ചിലപ്പം അയാൾ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും പറയുമെങ്കിലും നിങ്ങളില്ലാതെ അയാൾക്ക് പറ്റുന്നുണ്ടാവത്തില്ല. അയാൾ ശരിക്കും ഒരു ബഡ്രിഡൻ ആണ്, അല്ലെങ്കിൽ ഒരു നിയർ ഡെത്ത് കണ്ടീഷനിലാണ് അയാൾ നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഒരുമാതിരി എന്താ പറയുന്നത്, ഗീവ് അപ്പ് ചെയ്ത് നിൽക്കുന്നത് പോലെ. അയാൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് മുന്നോട്ട് വരാനും പറ്റുന്നില്ല, എന്ന ഒരു ആക്ഷൻ എടുക്കാനും പറ്റുന്നില്ല. തൽക്കാലത്തേക്ക് ഇതങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് അയാളും റെസ്റ്റിംഗ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അയാൾ വിചാരിക്കുന്നത് അയാളുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ ഒന്നും നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഹാങ്ഡ് മാനാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ പോലെ മുന്നോട്ട് പോകണോ അതോ നിൽക്കണോ പോകണോ എന്നുള്ളൊരു കണ്ടീഷൻ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഏത് റിലേഷൻഷിപ്പ് ആയാലും ശരി കേട്ടോ, ഇതിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയാലും ശരി, എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ആയാലും ശരി, എന്തായാലും ഇവിടെ എല്ലാം കൂട്ടി വയ്ക്കുമ്പോൾ മനസ്സിലാവുന്നത് അവർ സ്റ്റാഗ്നൻ്റ് ആണ്, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ചതിച്ചു എന്നാണ് അവർ വിചാരിക്കുന്നത്, നിങ്ങൾ നീതി നടപ്പിലാക്കിയില്ല എന്നാണ് വിചാരിക്കുന്നത്, നിങ്ങളിപ്പോൾ ഇനാക്റ്റീവാണ്, നിങ്ങൾ സ്വാർത്ഥത നോക്കിപ്പോയി തേർഡ് പാർട്ടിയിലേക്ക് പോയി എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് മാത്രമല്ല, ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾ മൂവ് ഓൺ ആയി പോയി, പക്ഷെ അവരിപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോൾ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്, എന്ത് തീരുമാനം എടുത്തിട്ടാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവരിപ്പോൾ സ്റ്റക്കാണ്. നിങ്ങൾ ചിലപ്പോൾ ഇമോഷണലി സ്റ്റേബിളായി കാണും, നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവും,
പക്ഷേ നിങ്ങൾ പോയ അത്രയൊന്നും ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇവരിപ്പോൾ ശരിക്കും സ്റ്റക്കായിട്ടുണ്ട്. നിങ്ങൾ മുൻപ് നിന്ന സാഹചര്യത്തിൽ ഇപ്പോഴാണ് ഇവർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. പ്രോക്രാസ്റ്റിനേഷനാണ് ഇവരവിടെ ശരിക്കും സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സെയിം ഹെർമിറ്റ്. നിങ്ങൾ മൂവ് ഓൺ ആയിപ്പോയി, നിങ്ങൾ കുറച്ച് സ്പിരിച്വലി ഗ്രോ ചെയ്തു, നിങ്ങൾ മൂവ് ഓൺ ആയിപ്പോയി, നിങ്ങൾ കുറേ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്ര ഉയരത്തിലേക്ക് നിങ്ങൾ വളർന്നു പോയി, അവർ സ്റ്റക്കായി പോയി എന്നാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ വരാനിപ്പം നമ്മൾ അറിയത്തില്ല, ഒന്നുകിൽ അവർ നമ്മളോളം വലുതാവുക അല്ലെങ്കിൽ ഞാൻ അവരോളം ചെറുതാവുക. ഇത് രണ്ടും നടപ്പിലാവാത്ത വിധം നിങ്ങൾ ഗ്രോ ചെയ്ത് പോയി, നിങ്ങൾ സ്പിരിച്വലി ഹൈ എനർജിയിലേക്ക് പോയി, നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് അവർക്കിപ്പോൾ മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റെന്തോ ആയിപ്പോയി, നിങ്ങൾ പഴയ ആളല്ല, നിങ്ങൾ ഒരുപാട് വളർന്നു പോയി അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റക്കായി നിൽക്കുന്നു, നിങ്ങൾ ഒരു തീരുമാനം എടുക്കാതെ സ്റ്റക്കായി നിൽക്കുന്നു എന്നും വിചാരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ഒരു കോംപ്രമൈസിന് ശ്രമിക്കാത്തത്, നിങ്ങൾ ഒരു കോംപ്രമൈസിന് ശ്രമിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങളും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് 2 ഓഫ് സോഡാണ്. അപ്പോൾ നിങ്ങൾക്കും ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങളും ഇതിൽ ശരിക്കും സ്റ്റക്കാണ്. പക്ഷേ നിങ്ങളൊരു തീരുമാനം എടുക്കുന്നില്ല എന്ന് മാത്രമാണ് അവർ വിചാരിക്കുന്നത്. അയാൾ ഓൾറെഡി സ്റ്റക്കാണ്, നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏത് തരം റിലേഷൻഷിപ്പാണെങ്കിലും നിങ്ങൾ പെടുത്തി എന്നാണ് അവർ വിചാരിക്കുന്നത്. അവരിപ്പോൾ രക്ഷപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. അവർ മുന്നോട്ട് പോയി എങ്കിൽ പോലും നിങ്ങളെ ബ്ലെയിം ചെയ്യാനാണ് ഇപ്പോൾ അവരത് ഈ സമയം ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ പക്ഷേ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് വന്നിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ ഇൻഡിസിഷനാണ്. നിങ്ങൾ ഒരുപാട് ഗ്രോ ചെയ്ത് പോയി, അതുകൊണ്ട് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് എന്നാണ് അവരിപ്പോൾ വിചാരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങളെക്കുറിച്ച് ഇപ്പം അവരങ്ങനെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ആർക്കൊക്കെ റെസണേറ്റ് ആവുമെന്ന് പറയാം. നമ്പേഴ്സ് 9 വന്നിട്ടുണ്ട്, 5, 4, 7, 12, വീണ്ടും 4 വന്നിട്ടുണ്ട്, 11 വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്, 14 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്. ഓക്കെ, സ്പെല്ലിങ്സ് പറയാം. NC F എസ് വന്നിട്ടുണ്ട്, വീണ്ടും എസ് വന്നിട്ടുണ്ട്, എഫ് വന്നിട്ടുണ്ട്, ഡബ്ല്യു വന്നിട്ടുണ്ട്, ജെ വന്നിട്ടുണ്ട്, ടി വന്നിട്ടുണ്ട്, ടി വീണ്ടും വന്നിട്ടുണ്ട്, എച്ച് വീണ്ടും എച്ച്, എം, എഫ്, എസ്, പിന്നെ എൻ, പി. ഓക്കെ, ഇത്രയാണ് ലെറ്റേഴ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് ആർക്കൊക്കെ റെസണേറ്റ് ആവുമോ അവർക്കായിരിക്കും കൂടുതലായിട്ട് റെസണേറ്റ് ആവുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.